ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിലൂടെ റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു പ്ലാനാണ്. ഇത് എല്ലാവരും ചെയ്യേണ്ട ഒരു പ്ലാൻ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് ഒരുപാട് സമയം ചിലവഴിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒന്നെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്നു, അല്ലെങ്കിൽ ജോലിയിലേക്ക് കിടക്കുന്നു. മെജോറിറ്റി ആൾക്കാരും ജോലിയിലേക്കാണ് കിടക്കുന്നത്. ഈ ജോലി സമയത്ത് നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നു. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നതും. ആ സമയത്ത് മനസ്സ് വെച്ചാൽ സാലറിയുടെയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടെയോ ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു വീതം നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ റിട്ടയർ ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി പണിയെടുക്കാൻ ആർക്കും താല്പര്യമില്ല. പണി കൂടുന്തോറും നമ്മുടെ എൻജോയ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാവർക്കും അങ്ങനെയല്ല. ഞാനിപ്പോൾ ഈ വീഡിയോ വളരെ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഇതൊരു ജോലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ജോലികളും ഉണ്ട്. എല്ലാ ആൾക്കാരും അങ്ങനെയല്ല. ചിലവർക്ക് അതൊരു ജോലി പോലെയാണ് അവർ ചെയ്യുന്നത്. ഞാനിത് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. എനിക്കിത് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പണിയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് പണിയല്ല. എന്നാൽ നമ്മൾ ഇഷ്ടമില്ലാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളില്ലേ. എൻ്റെ ചെറുപ്പത്തിൽ ഞാനങ്ങനെ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമില്ലാതെ ചെയ്യുക, ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. സന്തോഷിക്കാനുള്ള പല മാർഗ്ഗങ്ങളുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ജോലി സന്തോഷിച്ചിട്ടാണ് ചെയ്യുന്നത്, ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഞാനൊരു 10-12 വർഷം ടീച്ചിങ് ഫീൽഡിലിരുന്നും സാലറി കുറവാണെങ്കിലും അത് ആസ്വദിച്ച് തന്നെയാണ് അതും ചെയ്തത്. എന്തായാലും പഴംപുരാണം പറയാതെ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ നമുക്കൊരു ജോലി കിട്ടി എന്ന് വിചാരിച്ചോളൂ. അത് സന്തോഷത്തോടെയോ അല്ലാതെയോ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടാവും. അതിലൊരു വീതം സേവ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇയർലി റിട്ടയർ ആകാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ, അതായത് സാലറി കിട്ടുമ്പോൾ തന്നെ ഒരു വീതം നിങ്ങളെടുത്ത് എൻജോയ് ചെയ്തു. ഫുള്ള് ചെയ്യരുത്, അത്രയാ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നോർമലി ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ശമ്പളം എന്തായിരിക്കും? 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്നാൽ നിർബന്ധമായിട്ടും നമുക്കൊരു ഇൻകം കിട്ടുമ്പോൾ നമ്മളത് ഒരു ഭാഗം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാവും. എന്തായാലും വളരെ ചെറിയ സാലറി തൊട്ട് വലിയ സാലറിയിൽ വരെ ജോലി ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒരു 25-ാം വയസ്സിൽ ജോലി കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഏകദേശം നമ്മുടെ പഠനവും കാര്യങ്ങളൊക്കെ അവിടെ പൂർത്തിയാകുന്നു. 25 വയസ്സാകുമ്പോൾ ജോലി കിട്ടുന്നു. അപ്പോൾ മുതൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടുമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല നോളജ് ആവശ്യമുള്ളതുകൊണ്ട് ആ ഒരു നോളജ് നമ്മുടെ സ്കൂൾ കാലത്തോ കോളേജ് കാലത്തോ ഒന്നും നമുക്ക് കിട്ടുന്നുമില്ല. സ്കൂളിലോ ഒന്നും നമുക്ക് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകൾക്ക് ലാഭം കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഞാൻ നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് 10-13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത്രയും നാൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മരിക്കുമായിരുന്നു. സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്നതിനും ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നതിലും ഒക്കെ വളരെ ആസ്വദിച്ച് ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു പ്ലാനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, 3 പ്ലാൻസ് ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഒന്ന്, റെഗുലർ ഇൻകം നമുക്ക് കിട്ടണം. നമ്മൾ പണിയൊക്കെ എടുത്ത് ജോലി ചെയ്യുമ്പോഴും കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി നമുക്ക് ഇല്ലാതെ ആകുമ്പോൾ ഉറപ്പായിട്ടും കിട്ടണം. അപ്പം റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു പ്ലാനാണ് ഇതിൽ പറയുന്നത്. ഇതിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. ഒന്ന്, SIPയും SWPയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. SIP ചെയ്തുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. SIP എല്ലാവർക്കും അറിയാവുന്നതാണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ ഒരു നോർമലി ഒരു മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് SIP തന്നെയാണ്. അതായത് ക്യാഷൊക്കെ കുറവുള്ള ആൾ. കൂടുതലുള്ള ആളാണെങ്കിൽ SWPയിലേക്ക് നേരിട്ട് കിടക്കാം, അല്ലെങ്കിൽ SIP തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അത് STPയിലേക്കോ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിലേക്കോ അല്ലെങ്കിൽ SWPയിലേക്കൊക്കെ മാറ്റിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. STP എന്ന് പറയുന്നത് ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് നമ്മൾ പണം മാറ്റുന്നു, സ്വിച്ച് ചെയ്യുന്നു എന്ന് പറയും. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ കുറവാണ്, അതായത് പെർഫോം ചെയ്യുന്നില്ല. നമുക്കറിയാം അത് ഫ്യൂച്ചറിലും പെർഫോം ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ ഇപ്പോഴും പെർഫോം ചെയ്യുന്ന, ഫ്യൂച്ചറിലും പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ SIP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് മാറ്റുന്നു. അതിന് പറയും STP എന്ന് പറയും, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു വലിയ ഫണ്ട്. ഇപ്പം നമ്മൾ SIP ചെയ്ത് ഒരു വലിയ കോർപ്പസായി അത്, എന്നിട്ട് അതിൽ നിന്ന് മറ്റൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം മാറ്റുന്നത്. അതാണ് STP ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് സ്വിച്ചാണ്.
അതായത് ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്നു. സ്വിച്ച് ഇടില്ലേ, അത് തന്നെ. അപ്പോൾ ഇങ്ങനെ പല പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിലൊരു മെത്തേഡാണ് റെഗുലർ ഇൻകം എന്ന ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാം ഒരുമിച്ച് ഇതിൽ പറയുന്നില്ല, അത് നമുക്ക് വരുന്ന വഴിക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് കവർ ചെയ്യാം. പിന്നെ എല്ലാ വർഷവും ഇൻക്രിമെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാലറി ഉയരുമല്ലോ, അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻക്രിമെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അമേസിങ് റിട്ടേൺ ആണ് കിട്ടുന്നത്. അതും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതൊരു സാധാരണ ഒരാൾ ഒരു സാലറി നമുക്ക് എത്ര കൂട്ടാം? ചെറിയ സാലറി കൂട്ടിയാൽ മതി. 10,000 രൂപ മുതൽ മുകളിലേക്കൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. 10,000-ന് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ ഒരു 2,000 രൂപ ഞാൻ പറയുന്നത് മാറ്റി വെക്കണമെന്നാണ്. SIPക്ക് വേണ്ടിയിട്ട് ഒരു മാസമാണ് കേട്ടോ, ഒരു മാസം. അപ്പോൾ അതിൽ കൂടുതൽ ചെയ്യുന്നവർ ഏകദേശം 20,000 കൂട്ടി 20,000-ൻ്റെ അടുത്ത് സാലറി കിട്ടുന്ന ഒരാൾ ഉണ്ട്, എനിക്കറിയാവുന്ന ഒരാൾ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് എല്ലാ മാസവും 10,000 രൂപ വെച്ച് ഞാൻ മാറ്റി വെക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ 10,000 വെച്ചിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതുകൂടാതെ തന്നെ നമുക്കൊരു 5,000 വെച്ചിട്ട് കണക്ക് കൂട്ടാം കേട്ടോ. ഞാനിവിടെ ഒരു 5,000 വെക്കുന്നത്. ഒരു മാസം ഒരു 5,000 രൂപയെങ്കിലും മാറ്റി വെക്കുന്ന രീതിയിലുള്ള ജോലി നമ്മൾ കണ്ടുപിടിക്കണം, അത് നമ്മൾ ചെയ്യണം. 5,000 പോരാ, എന്നാലും ഞാൻ ഒരു 5,000 രൂപ ഏതൊരു സാധാരണക്കാർക്കും പറ്റുന്നവരും. ഇനി 5,000 കുറവുള്ളവർ 3,000, 2,500 ഒക്കെ കേട്ടോ, അതിലും കുറവ് പറയരുത്. പക്ഷേ അത് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതും ഇല്ല, 500, 1000 ഉള്ളെങ്കിൽ അത് ചെയ്തോളൂ. പക്ഷേ നമുക്കൊരു കോർപ്പസ് വേണമെങ്കിൽ നമുക്ക് ഒരു പൈസ മാറ്റി വെക്കണം. ഇനി ഇവിടെ ലംസം എന്ന് കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പൈസ ലംസമായിട്ടിടുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സാധനത്തിൽ എൻ്റേതായ ചില മെത്തേഡുകളുണ്ട്. ഇതിപ്പോൾ 25 ലക്ഷമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ ഉറപ്പായിട്ടും ആ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ സാധാരണക്കാരൻ്റെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. 25 ലക്ഷം എന്തായാലും ഉണ്ടായില്ല, ഒരു 1 ലക്ഷം ഉണ്ടാകുമായിരിക്കും അല്ലേ. 1 ലക്ഷമൊക്കെ നമുക്ക് കൂട്ടാം. ഇതിന് വേറെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു കാൽക്കുലേറ്റർ ഇനി എനിക്ക് സ്വന്തം കണ്ടുപിടിക്കേണ്ടി വരും. ഒരുപാട് മെത്തേഡുകളുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിൽ. അത് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനത്തെ കാൽക്കുലേറ്റർ നമുക്കധികം കിട്ടിയിട്ടില്ല. ഒന്ന് ഇൻക്രിമെൻറ്റ്, അത് ഈ ഒരു കാൽക്കുലേറ്റർ വേണം, അത് ഇതിലില്ല. അതായത് എല്ലാ വർഷവും ഒരു 5% വെച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയാൽ കിട്ടുന്ന റിട്ടേൺ അമേസിംഗ് ആണ്, ഒരു രക്ഷയില്ല കേട്ടോ, അമേസിംഗ് റിട്ടേൺ ആണ്. പക്ഷേ അത് കാണിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ മനസ്സിലാവുള്ളൂ. അത് പോട്ടെ, ഈ 1 ലക്ഷം നമ്മൾ ഇടുന്നില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു 1 ലക്ഷമോ അല്ലെങ്കിൽ 5,000-ഓ 10,000-ഓ വെച്ചിട്ട് ഈ ലംസം എന്നുള്ള ഇടുക. അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ഇട്ടു, കുറച്ച് കഴിഞ്ഞു നമുക്ക് ബോണസോ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റോ എന്തെങ്കിലും കിട്ടി, അങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഒരു പൈസ വന്ന് നമുക്ക് പ്രത്യേകിച്ച് അത് ആവശ്യമില്ല, ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു പൈസ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ലംസം എന്ന രീതിയിൽ ഇടാം. ഇന്ന സമയമൊന്നുമില്ല. നിങ്ങളിപ്പോൾ SIP സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന അനുസരിച്ചിട്ട് ഇത് ഇടാം കേട്ടോ. അത് എത്രയും നേരത്തെ ഇടുക എന്നുള്ളതാണ്. അതിനും ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. നേരത്തെ ഇടുന്നതും താമസിച്ചിടുന്നതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. എല്ലാം കൂട്ടിക്കുഴയ്ക്കുന്നില്ല. അപ്പോൾ കുറച്ച് സ്ട്രാറ്റജികൾ ഞാനിവിടെ പറഞ്ഞു തന്നു. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് 20 വർഷം. ഇത് നമ്മുടെ അനുസരിച്ച് നമുക്ക് മാറ്റാം. ഇപ്പോൾ 20 വർഷം ഡിഫാൾട്ടായിട്ട് ഇവിടെ വന്നതാണ്. 25-ാം വയസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. 20 വർഷമാകുമ്പോൾ 45 പൈസ. കൊള്ളാം, അത് കുഴപ്പമില്ല. 45 പൈസ. അപ്പം 20 വർഷമായി. അന്നേരം ഈ 5,000 എന്നൊക്കെ പറയുന്നത് ചെറിയൊരു തുകയായിരിക്കും കേട്ടോ. അന്നേരം നിങ്ങളുടെ സാലറിയും ഇപ്പം 25 വർഷം അല്ലെ 20 വർഷം മുമ്പ് ഉള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഈ 5,000 എന്നൊക്കെ ഉള്ളത് എന്തായാലും ഉറപ്പായിട്ടും അത് കൂട്ടി 10ഉം 15ഉം ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. അപ്പോൾ 20 വർഷം നമുക്ക് കൂട്ടിയാൽ ഒരു 45-ാം വയസ്സിൽ ഓക്കെ, 45-ാം വയസ്സ് തൊട്ട് നമുക്ക് വിഡ്രോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും അത് മതി. 45 വയസ്സ് വരെ നമ്മൾ സമ്പാദിക്കുന്നു, നമ്മളതിൻ്റെ ഒരു വീതം ഇടുന്നു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 വർഷമോ 30 വർഷമോ ഒക്കെ ആക്കി നോക്കാം അത്. ഇനി ഇപ്പോൾ ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് ഇവിടെ ഞാൻ മിനിമം റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത് 12%. ഒരു 14-ഓ 15-ഓ കൊടുത്ത് നമുക്ക് നോക്കാം കേട്ടോ. 12 കൊടുത്ത് നോക്കാം, കുഴപ്പമില്ല. മിനിമം റിട്ടേൺ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ചിലപ്പോൾ നമുക്കൊരു വേസ്റ്റ് സിനാരിയോയിലൊക്കെ ആയിരിക്കും ആ ഒരു റിട്ടേണിലേക്ക് പോകാം. ഞാൻ ഒരു 15 കൊടുക്കട്ടെ, 15% കേട്ടോ. 30% മുകളിലും ഒക്കെ കിട്ടുന്ന ഇതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ആണെങ്കിൽ പോലും. ഇപ്പോൾ 10, 34%, 35, ചിലപ്പോൾ 38-ലേക്കൊക്കെ പോകുന്നുണ്ട്. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നതാണ് ഇയർലി. പക്ഷേ അത് ഒരുപാട് ലോങ് ഇയർലി ചിലപ്പോൾ അങ്ങനെ കിട്ടണമെന്നില്ല, മാർക്കറ്റിൽ കറക്ഷൻസും കാര്യങ്ങളും വരാം. അപ്പോൾ അതെല്ലാം കണക്ക് കൂട്ടി ഞാനൊരു 15 ഇവിടെ കൊടുക്കുന്നത്. ഇനി ഇവിടെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 45 വയസ്സ് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പൈസയ്ക്ക് ആവശ്യങ്ങളൊന്നുമില്ല, നമ്മളിപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഓക്കെ,
നമുക്ക് മറ്റ് ഇൻകങ്ങളുണ്ട്, റെൻ്റൽ ഇൻകമോ എന്തെങ്കിലും അങ്ങനെ ഉണ്ട്, അങ്ങനെ വിചാരിച്ചോളൂ. ഈ 10 വർഷം നമ്മൾ ഈ പൈസയിൽ തൊടുന്നില്ല, 10 വർഷം തൊടുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്രായം എത്രയാണ്? 55ആയി. ഇനി 55 വയസ്സ് തൊട്ട് ഒരു 30 വർഷത്തേക്ക് റെഗുലർ ഇൻകം സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു പൈസ പിൻവലിക്കുകയാണ്. അപ്പോൾ 55 30 എന്ന് പറയുമ്പോൾ 85 വയസ്സായി. 85 വയസ്സ് വരെ നമുക്ക് എല്ലാ മാസവും ഒരു തുക പിൻവലിക്കുകയാണ് എന്ന് നമ്മൾ വിചാരിച്ചോളൂ. അപ്പോൾ അത് എത്രയാകുമെന്നാണ്, അല്ലെങ്കിൽ എത്ര പിൻവലിക്കാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചെറിയൊരു ഇതനുസരിച്ചിട്ട് നമുക്ക് പല പല സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാം. അത് നമ്മൾ വരുന്ന വഴിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഇൻ വിഡ്രോവൽ പീരീഡ്, വിഡ്രോവൽ സമയത്ത് എത്ര റിട്ടേൺ കിട്ടുമെന്നാണ്. 5% റിട്ടേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് കൊടുക്കുകയാണ്. 5 എന്നുള്ളത് നമുക്കൊരു 10% ആക്കാം. നമ്മൾ മുകളിൽ 15 കേട്ടോ കൊടുത്തിരിക്കുന്നത്. 10 റിട്ടേൺ തന്നെ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ നമുക്ക് വലിയ തുക മാസം നമുക്ക് പിൻവലിക്കാനായിട്ട് വരും. 15. അപ്പോൾ 15% വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് കുറച്ച് നോക്കാം കേട്ടോ, കുറച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ 15% തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. വിഡ്രോ ചെയ്യുന്ന സമയത്തും നമുക്ക് ആ ഒരു റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ഓർക്കുക, 5000 രൂപ വെച്ചാണ് SIP. 1,00,000 രൂപയെ ലംസം ഇട്ടിട്ടുള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടണം, കൂട്ടി ഇടണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അതായത് ഇതെല്ലാ പ്രാവശ്യമല്ല, കയ്യിലുള്ള ഒറ്റ തുക ഇടുവാണ്. ഇടയ്ക്ക് ഒരു 10,000 ഒക്കെ ഇടാം. അതിൻ്റെ കാൽക്കുലേറ്റർ ഞാൻ നോക്കട്ടെ, ഇനിയിപ്പോൾ ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കണം. അത് നല്ല പണിയാണ്, ഞാൻ പിന്നീട് ഉണ്ടാക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സാധനങ്ങൾ കിട്ടില്ല. പിന്നെ നമ്മൾ 20 വർഷമാണ് ഇട്ടത്, അതെല്ലാം നോക്കിക്കോളൂ. 10 വർഷം നമ്മളൊന്നും ചെയ്തില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു മാസം, അതായത് 55-ാം വയസ്സ് തൊട്ട് 85 വയസ്സ് വരെ 4,66,000 രൂപ ഒരു മാസം നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ SIP എന്നുള്ള അത് ഒരു വലിയ കോർപ്പസ് ആയിട്ട് മാറും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, SWPയിലേക്ക് മാറ്റിയാൽ മതി, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലേക്ക്. അപ്പോൾ 4,66,000 രൂപ വെച്ചിട്ട് നമുക്ക് എല്ലാ മാസവും പിൻവലിക്കാൻ സാധിക്കും. സുഖമായിട്ട് ജീവിച്ചുകൂടെ? ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺ അല്ല. അപ്പോൾ ഈ 4,66,000 രൂപയ്ക്ക് അത്രയും വാല്യൂ, ഇന്ന് ഉള്ള ആ വാല്യൂ ഉണ്ടാവില്ല അന്ന്. അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷേ വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കിട്ടുന്നതിൽ ബെസ്റ്റ് റിട്ടേൺ. നമ്മളിവിടെ 15% കൂട്ടിയിട്ടുള്ളൂ. കിട്ടുന്നതിൽ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തടയിടാൻ നമുക്ക് പറ്റില്ല. രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമുക്ക് തടയിടാൻ പറ്റില്ല. അപ്പോൾ മാസം നമുക്ക് 4,66,000 രൂപ വെച്ചിട്ട് പിൻവലിക്കാൻ പറ്റും. നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ എത്രയായിരിക്കും? ആ സമയത്ത് 3,73,00,000 പോർട്ട്ഫോളിയോ വാല്യൂ. 3 കോടിയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 92 ലക്ഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 20 വർഷം കൊണ്ട് നമ്മൾ അത് 20 വർഷം കൊണ്ട്, ഒറ്റയടിക്കല്ല, 20 വർഷം കൊണ്ട് നമ്മുടെ ഒരു 5,000 വെച്ചിട്ട് നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ 4,66,000 രൂപ മാസം പിൻവലിക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് 2 ലക്ഷം മതിയെങ്കിൽ 2 ലക്ഷം മതിയെങ്കിൽ എക്സ്ട്രാ ഉള്ള ഒരു 2.5 ലക്ഷം രൂപയുണ്ടല്ലോ, അതും നമ്മുടെ ക്യാപിറ്റലിൽ തന്നെ കിടക്കുകയാണ്. അതും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഈ കാൽക്കുലേറ്റർ പോരാ, അതിന് വേറെ കാൽക്കുലേറ്റർ വേണം. അപ്പോൾ 30 വർഷം കൺസെൻസ് ആയിട്ട് നിങ്ങൾക്ക് 4,66,000 രൂപ പിൻവലിക്കാൻ പറ്റും. അത്രയും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് വളർന്ന് അപ്പോൾ 2 ലക്ഷം വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുണ്ടല്ലോ അല്ലേ. 2 ലക്ഷം വെച്ചിട്ട് ബാക്കിയുണ്ട്. 2 ലക്ഷമല്ല, 2,66,000 വെച്ചിട്ട് ബാക്കിയുണ്ട്. അത് ചുമ്മാ ഒരു SIP കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത് വലിയൊരു കോർപ്പസായിട്ട് വരുന്നത് കാണാൻ പറ്റും. കാരണം 30 വർഷം 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വലിയ തുകയത്. ഞാൻ വെറുതെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു കാൽക്കുലേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. 2,66,000 ആണല്ലേ. നമുക്ക് 2 ലക്ഷം വെച്ച് തന്നെ കാണിക്കാം. 2 ലക്ഷം രൂപ ഈ ലംസം ഒന്നുമില്ല കേട്ടോ, നമുക്ക് ലംസം ഒന്നുമില്ല. കാരണം 4,66,000 കിട്ടും, നമുക്ക് അത് മതി. 2.5 ലക്ഷം രൂപ നമ്മൾ നമ്മുടെ ആവശ്യത്തിനെടുത്തു. ഇൻസ്റ്റാൾമെൻറ്റ് പീരീഡ് നമുക്ക് 30 വർഷം ഉണ്ടല്ലേ. ഓക്കെ, 30 വർഷം ആകുമ്പോൾ എത്ര വരുമെന്ന് നമുക്ക് നോക്കണം. വെയിറ്റിംഗ് പീരീഡ് ജസ്റ്റ് ഞാൻ 1 വർഷം കൊടുക്കുന്നു, ചുമ്മാ കൊടുക്കുന്നതാണ്. 0 കൊടുക്കേണ്ടത്. 0 കൊടുത്താൽ ഇനി എന്തെങ്കിലും എറർ പറ്റുമോ എന്നതുകൊണ്ടാണ് ഞാൻ 0 തന്നെ കൊടുത്തു. നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു SIP കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതൊന്ന് കാണിച്ചു തരാം. ഇതിന് നമുക്ക് SIP കാൽക്കുലേറ്ററാണ് വേണ്ടത്. 2 ലക്ഷം രൂപ 30 വർഷമാണല്ലോ നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 30 വർഷം കൊടുത്തു. എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്കൊരു 15 കൊടുക്കാം. മറ്റേത് ഞാൻ വേറെ മാറ്റി കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് കാണിക്കാം. എല്ലാ വർഷവും ഒരു 1,500 രൂപ വെച്ച് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആ ഒരു കാൽക്കുലേറ്റർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെ നമുക്ക് 0 കൊടുക്കാം. എത്രയായി സംഭവം? 30 വർഷം കഴിയുമ്പോൾ 140 കോടി ഉണ്ടാകും കേട്ടോ കയ്യിൽ.
അതായത് 85-ാം വയസ്സിൽ നമ്മുടെ ആസ്തി എത്രയാണ്? 140 കോടി ഉണ്ടാവും. നമ്മൾ 2.5 ലക്ഷം വെച്ച് എല്ലാ മാസവും എടുത്ത് ചിലവാക്കിയിട്ട് ഇത് ഒരു 5000 രൂപ വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്യും. ജോലി കിട്ടിയ പാടെ ഒരു 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വീണ്ടും നമ്മുടെ റെഗുലർ ഇൻകം കാൽക്കുലേറ്ററിലേക്ക് പോകാം. ഡിഫാൾട്ടായിട്ട് വന്ന സംഭവങ്ങൾ നമുക്ക് നോക്കാം. 10000 രൂപ വെച്ച് മാസം ഇടുന്നു, 25 ലക്ഷം രൂപ ലംസം ഇടുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 20 വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് കേട്ടോ. 20 വർഷത്തേക്ക് നമ്മൾ വിഡ്രോയും ചെയ്യുന്നു. 10 വർഷം വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നു. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇൻ വിഡ്രോവൽ പീരീഡ് 5%. ഇതിവിടെ വളരെ കുറച്ചാണ് കൊടുത്തേക്കുന്നത്. കുറഞ്ഞ് തന്നെ ഇരുന്നോട്ടെ. എന്നാൽ പോലും നമുക്ക് 7 ലക്ഷത്തിൻ്റെ അടുത്ത് രൂപ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ഒരു മാസം. എന്നാൽ ഈ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇൻ വിഡ്രോവൽ പീരീഡ് നമുക്കൊന്ന് കയറ്റി കഴിഞ്ഞാൽ ഒരു 12% തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11.5 ലക്ഷം രൂപയാണ് നമുക്ക് എല്ലാ മാസവും വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് കൂടുതൽ ക്യാഷ് ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ SIP നമുക്ക് 20,000 30,000 അങ്ങനെ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, കൂടുതൽ ക്യാഷ് ഉള്ളവർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാസം വിഡ്രോ ചെയ്യുന്നത് 18 ലക്ഷവും മറ്റുമായിരിക്കും. എന്നാൽ നമുക്ക് ഈ ലംസം 25 ലക്ഷം ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലംസം നമുക്ക് അത്ര ഒന്നും വേണ്ട, 10,000 രൂപ. 10,000 അല്ല, ഇത് 1 ലക്ഷമാണ് കേട്ടോ. ഇപ്പോൾ ലംസം നമ്മൾ 1 ലക്ഷമായിട്ട് നമ്മൾ കുറച്ചു. 1 ലക്ഷം ലംസം കുറച്ചു. അതായത് ആദ്യമായിട്ടിടുന്ന ഒരു പൈസ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പോലും മാസം നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് 1 ലക്ഷമോ 2 ലക്ഷമോ എന്തെങ്കിലും ഇടാം. പിന്നെ ഈ SIP എമൗണ്ട് മാക്സിമം കയറ്റുക. ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. SIP എമൗണ്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് ഒരു മാസം എത്ര ഇടാൻ പറ്റുമോ അത്രയും മാക്സിമം കയറ്റുക. കാരണം ഒരു മാസം പോയാൽ അത് പോയതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ SIP എമൗണ്ടിൽ ഇടയ്ക്കൊന്ന് പെൻഡിങ് ആയാലോ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് നിന്ന് പോയാലോ ഒന്നും പ്രശ്നമില്ല. ഫൈനോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അത് വളർന്നുകൊണ്ടിരിക്കും. അതിനൊന്നും സംഭവിക്കില്ല. അത് വളർന്നുകൊണ്ടിരിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ SIP എമൗണ്ട് മാക്സിമം കയറ്റുക. ലംസം വേണമെങ്കിൽ കുറച്ചു. ലംസം ഞാൻ അധികം ഇത് പറയുന്നില്ല. ലംസം വേണമെങ്കിൽ നിങ്ങൾ കുറച്ചു. കാരണം മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ക്രാഷോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലംസം വിട്ടവർക്ക് ഒരു സങ്കടം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്കെങ്കിലും അത് നെഗറ്റീവ് റിട്ടേൺ കാണിക്കും. പിന്നീട് മാർക്കറ്റ് കയറി വരും, പക്ഷേ കുറച്ച് നാളത്തേക്ക് നെഗറ്റീവ് റിട്ടേൺ കാണിക്കും. എന്നാൽ എപ്പോഴാണ് SIP ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് ലംസം ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് SWP ചെയ്യേണ്ടതെന്നും അതിൻ്റേതായ സമയങ്ങളുണ്ട് മാർക്കറ്റിൽ. ഇപ്പോഴത്തെ സമയത്ത് ഏറ്റവും നല്ല SIP ചെയ്യണം. കാരണം മാർക്കറ്റ് മുകളിലേക്ക് വളരെ മുകളിലാണ് നിൽക്കുന്നത്. മാർക്കറ്റിന് മുകളിലും താഴെയൊന്നും ഇല്ല കേട്ടോ. ഭൂമിക്ക് മുകളിൽ താഴെ എന്നൊക്കെ പറയുന്നത്. താഴെ പിന്നെയുണ്ട്, മുകളെന്ന് പറയുന്നില്ല. അത് അൺലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നൊക്കെ പറയാം. മാർക്കറ്റ് എത്ര വേണേലും പോകാം മുകളിലേക്ക്. താഴേക്ക് പോകുന്നതിന് ഒരു പരിധിയുണ്ട്. 0 വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. താഴേക്ക് മുകളിലേക്ക് എത്ര വേണേലും പോകാം. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. മാർക്കറ്റ് മുകളിലാണ് എന്ന് പറഞ്ഞത്, ഇപ്പോൾ മാർക്കറ്റ് ഒരു എവർ ഹൈയിലാണ് നിൽക്കുന്നത്. അടുത്ത വർഷം വേറെ ഒരു ഹൈയിലായിരിക്കും നിൽക്കുക, പുതിയ ഹൈ ആയിരിക്കും. ഒരു 10 വർഷം കഴിയുമ്പം മറ്റൊരു ഹൈയിലായിരിക്കും നിൽക്കുക. ഇങ്ങനെ. അതുകൊണ്ട് ഹൈ എന്നുള്ളതൊന്നും ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സാധനമല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചെറിയ സാലറിക്കാരും വലിയ സാലറിക്കാരുമൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഭാവിയിൽ നിങ്ങൾ എനിക്ക് താങ്ക്സ് പറയും, അത് എത്രയും നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഞാൻ അസറ്റ് പ്ലസ് എന്ന് പറയുന്ന ഈ കമ്പനിയിലും ഏഞ്ചൽ വണ്ണിലുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വരുന്ന ക്ലയൻറ്റുകൾക്ക് മാത്രമേ ഉപദേശം കൊടുക്കാനുള്ള പെർമിഷൻ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായ പഠനങ്ങളിൽ ഏർപ്പെടാം. താങ്ക് യു ഫോർ വാച്ചിങ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.